ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ശ്രുതിയുടെ ബീരാൻ കഥ എന്ന് വെച്ചാൽ ഇളയച്ചിന്റെ കഥ അവസാനിക്കുകയും ശ്രുതിയെ ചന്ദ്രമതി തന്നെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ശ്രുതി പറഞ്ഞത് കള്ളമാണെന്നും ശ്രുതിയുടെ ഇളയച്ചനല്ല ബീരാനെ എന്നുള്ള സത്യമൊക്കെ മനസ്സിലാക്കുന്ന ഒരു കഥയാണ് ഇനി വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. സച്ചിയും രേവതിയും തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുത്തുകൊണ്ട് ഫെബിന്റെയും അതുപോലെ തന്നെ മാളുവിന്റെയും കല്യാണം നടത്തി കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പണത്തിന്റെ സഹായവും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കല്യാണ ദിവസം വരുവാണ്. രവിയുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് അശോകൻ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും വരുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ രവിയുടെ വീട്ടിലുള്ള എല്ലാവരും ഈ കല്യാണത്തിന് പങ്കെടുക്കുന്നുണ്ട്. കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ശ്രുതിയാണ് ആദ്യം ബീരാനെ കാണുന്നത് കേട്ടോ. ബീരാന്റെ അടുത്ത് കാല് പിടിച്ച് പറയുന്നത് പോലെ ഇവിടുന്ന് പോകാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സ്വന്തം പെങ്ങളുടെ മകളുടെ കല്യാണം എന്ന് വെച്ചാൽ മാമനാണല്ലോ, മാമനാണ് മുന്നിൽ നിന്നും കൂടി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണ്ടേ. ആ മാമന്റെ അടുത്ത് ശ്രുതി പോകാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ബീരാൻ ഒരിക്കലും പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബീരാൻ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, അങ്ങനെ നീ പറയുന്നതിനനുസരിച്ചിട്ട് എനിക്ക് ഇവിടുന്ന് പോകാനൊന്നും പറ്റില്ല. ഇത് എന്റെ പെങ്ങളുടെ മകന്റെ കല്യാണമാണ്, ഞാനാണ് ഈ കല്യാണം മുൻകൈ എടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഞാൻ ഒരിക്കലും പാതിയിലിട്ടിട്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ സച്ചിയും രേവതിയും ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം ആരും കാണാതെ എങ്ങനെങ്കിലും മുങ്ങി നടക്കണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അത് തനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്യാന്ന് ബീരാനും വാക്ക് കൊടുക്കുന്നുണ്ട് ശ്രുതിക്ക്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഈ ബീരാനെ ആരും കാണരുതെന്ന് കരുതി കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരെയും മാക്സിമം അവിടുന്ന് പറഞ്ഞു വിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. സച്ചിയാണെങ്കിൽ അവിടെ വരുന്നവർക്ക് പിക്കപ്പും ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. രേവതിയാണ് അവിടുത്തെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശ്രുതിയായിരുന്നു മേക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. മാളുവിനെ മേക്കപ്പ് ചെയ്തതും കാര്യങ്ങളൊക്കെ ചെയ്തത് നമ്മുടെ ശ്രുതി തന്നെയാണ് കേട്ടോ. അങ്ങനെ കല്യാണത്തിന്റെ സമയം വരികയും കല്യാണം കഴിയുകയും ചെയ്യുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് ഒരുവിധം അവിടുന്ന് എല്ലാവരും വേഗം തന്നെ പോകുന്നുണ്ട് കേട്ടോ. സച്ചിയും രേവതിയും മാത്രമാണ് അവിടെ നിൽക്കുന്നത്. പക്ഷെ സച്ചി രേവതിയും എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വീണ്ടും തിരികെ ആ കല്യാണത്തിന് വരുന്നുണ്ട്. പക്ഷെ സച്ചിയും രേവതിയും പോയി എന്നുള്ള ആശ്വാസത്തില് ബീരാനാണെന്നുണ്ടെങ്കിൽ രണ്ട് മക്കളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം മണ്ഡപത്തിന്റെ അവിടേക്ക് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഹാവു ഭാഗ്യം, എന്തായാലും ബീരാനെ ആരും കണ്ടില്ലല്ലോ എന്നുള്ള ആശ്വാസത്തിൽ വീട്ടിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുവാണ്. അപ്പോഴേക്കും ബീരാനെ സച്ചിയും രേവതിയും അവിടുന്ന് കാണുന്നുണ്ട്. രേവതിയാണ് കേട്ടോ ആദ്യം കാണുന്നത്. ഇത് നോക്ക് സച്ചിയേട്ടാ, ഇത് ശ്രുതിയുടെ ഇളയച്ചനല്ലേ എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിയുടെ ഇളയച്ചൻ എങ്ങനെയാണ് ഈ കല്യാണത്തിന് വരുന്നതെന്നാണ് കേട്ടോ സച്ചി ചോദിക്കുന്നത്. ഞാൻ അപ്പോഴേ രേവതി പറഞ്ഞില്ലേ, അത് അവളുടെ ഇളയച്ചനൊന്നുമല്ല, മറ്റെന്തൊക്കെയോ കളികളുണ്ട്, എന്നാലും നമുക്ക് അദ്ദേഹത്തിനൊന്ന് പോയി കാണാം എന്ന് പറഞ്ഞിട്ട് അവരുടെ അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും അശോകനാണ് സച്ചിയും രേവതിയും ആദ്യം ബീരാനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അത് മാത്രമല്ല ബീരാൻ ഫെബിന്റെ മാമനാണെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ഇവർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. അശോകനാണെന്നുണ്ടെങ്കിൽ ബീരാനെ കുറിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ പറയാണ് കേട്ടോ. ചെക്കന്റെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് ബീരാനാണ്. കല്യാണം നടത്താൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് സംസാരിച്ചതും ബീരാൻ തന്നെയാണ്. അതുമാത്രമല്ല ഫുഡിന്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം ഭയങ്കര നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഇറച്ചിക്കടയാണ് വെക്കുന്നത്. ആ ഏരിയയിൽ ഇദ്ദേഹത്തിന്റെ ഇറച്ചിക്കടയാണ് ഫേമസ്. ഇദ്ദേഹത്തെ എല്ലാവരും ബീരാൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ പേരെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മുഴുവൻ പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ സച്ചി രേവതിയെ തന്നെ ഇങ്ങനെ നോക്കിക്കാണേ. ബീരാനാണെന്നുണ്ടെങ്കിൽ ഒന്നും തിരിച്ചു പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. സച്ചിക്കും രേവതിക്കും ബീരാനെ നേരത്തെ അറിയാലോ. ബീരാൻ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുക എന്നല്ലാണ്ട് ഒന്നും പറയാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഈ കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിച്ചത് അദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ ഇറച്ചിക്കട പൂട്ടിയിട്ട് ഒരു ദിവസം പോലും എവിടെയും പോവില്ല. വീട്ടിൽ നിന്ന് എല്ലാവരും ടൂറൊക്കെ പോകുമല്ലോ, ആ സമയത്ത് കൂടി അദ്ദേഹം ഈ നാട് വിട്ടിട്ട് എങ്ങോട്ടേക്കും പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെന്താ അശോകൻ അങ്കിളെ, ഞാൻ പറഞ്ഞു വിടാലോ എന്ന് സച്ചി പറയുന്നുണ്ട്. ഇദ്ദേഹം വളരെ തങ്കപ്പെട്ട മനുഷ്യനാണ്. നിനക്ക് സച്ചി അദ്ദേഹവുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. നമ്മുടെ സൈഡിൽ നിന്ന് നിങ്ങളാണല്ലോ കാര്യങ്ങളെല്ലാം ചെയ്തത്, അതുപോലെ തന്നെയാണ് അവരുടെ സൈഡിൽ നിന്നും ബീരാനാണ് കാര്യങ്ങളെല്ലാം ചെയ്തത്. മനസ്സിൽ ഒരു കളങ്കവും ഇല്ലാത്ത മനുഷ്യനാണ്. അതുമാത്രമല്ല നാടകങ്ങളിലൊക്കെ അഭിനയിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഫസ്റ്റ് അഭിനയിച്ച നാടകത്തിലെ ക്യാരക്ടറിന്റെ പേരാണ് ബീരാൻ. ആ പേരിലാണ് ഇദ്ദേഹം ഇപ്പൊ ഫേമസ് ആയെന്ന് പറയുവാണേ. അതെ, ഇദ്ദേഹം ഒരുപാട് കഥാപാത്രങ്ങൾ അഭിനയിച്ചു കാണും. എന്നാൽ ഇളയച്ചൻ എന്ന കഥാപാത്രം അത്രയും മനോഹരമായിട്ടാണ് ഇയാൾ അഭിനയിച്ചു തീർത്തത്. അങ്ങനെ അഭിനയിച്ച ഇദ്ദേഹത്തിന് നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അദ്ദേഹത്തിന്റെ അഭിനയത്തിന് നമ്മൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അത് ഇവിടെ വെച്ച് ചെയ്താൽ പോരാ എന്ന് സച്ചി പറഞ്ഞത് കേൾക്കുമ്പോൾ അതെ, അത് ശരിയാണ്. ഇദ്ദേഹത്തിന് നമ്മൾ സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് രേവതി പറയുന്നുണ്ട്. അതിനെന്താ രേവതി, നമുക്ക് കൊടുക്കാലോ എന്ന് ബീരാന്റെ ഷോൾഡറിൽ കൈയിട്ടുകൊണ്ട് സച്ചി പറയുവാണ്. വീട്ടിൽ നിന്ന് നേരെ ബീരാനെയും പൊക്കിയിട്ട് വീട്ടിലേക്കാണ് കേട്ടോ സച്ചി രേവതിയും കൂടി വരുന്നത്. ആദ്യം പുറത്തേക്ക് വരുന്നത് സച്ചി രേവതി മാത്രമാണ്.
നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ബീരാനെ ആരും കണ്ടില്ലല്ലോ എന്നുള്ള ആശ്വാസത്തിൽ ഭയങ്കര സന്തോഷത്തിലൊക്കെ നിൽക്കുവാണ്. പക്ഷെ ബീരാനെയും കൂട്ടിയിട്ട് സച്ചി രേവതിയും കൂടി വീട്ടിലേക്ക് വരുന്നുള്ള കാര്യം ഒട്ടും പ്രതീക്ഷിക്കാതെ നിൽക്കുവാണ് കേട്ടോ സച്ചി. നമുക്ക് സ്പെഷ്യൽ ഒരു ഗസ്റ്റ് ഉണ്ടെന്നൊക്കെ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് വന്നു കയറുമ്പോൾ തന്നെ പറയുന്നുണ്ട്. ഗസ്റ്റോ? അത് ആരാണെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ എനിക്ക് നല്ല പരിചയമുള്ള ആള് തന്നെയാണ്, ഞാൻ എന്തായാലും വിളിക്കാം, ഇളയച്ച വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് സച്ചി ഉള്ളിലേക്ക് വിളിച്ചു കയറ്റുവാണ്. നമ്മുടെ ബീരാന്റെ ആ വരവ് കാണുമ്പോൾ തന്നെ സച്ചി രേവതിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. ആദ്യം ശ്രുതി മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. അച്ഛ ഇത് ആരാ വന്നിരിക്കുന്നത് നോക്ക് എന്ന്. അവര് വരുമ്പോൾ തന്നെ കാണുന്നത് ശ്രുതിയുടെ ഇളയച്ചനെയാണല്ലോ. അതുകൊണ്ട് തന്നെ അവര് ഭയങ്കര സന്തോഷത്തിലെ ഇളയച്ചൻ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീര സ്വീകരണമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകെ പേടിച്ച് വരച്ചിട്ട് ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ മാറി നിൽക്കുവാണേ. അല്ല ഇളയച്ചൻ എന്താ പെട്ടെന്ന് ഒരറിയിപ്പും ഇല്ലാതെ വന്നതെന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ മാറി മാറി ചോദിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇവർക്ക് ആർക്കും കാര്യം മനസ്സിലായിട്ടില്ലല്ലോ. സച്ചിൻ രേവതിയും പറയുന്നത് കള്ളമാണെന്നുള്ള കാര്യം വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയും കുറെ ഡ്രാമയൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഇളയച്ചൻ എന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? ഇളയച്ചൻ എന്താ നിർബന്ധിച്ച് സച്ചി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാണോ? അല്ലെങ്കിൽ ഈ സച്ചി ഇങ്ങനെ തന്നെയാണ്, അവൻ എപ്പോഴാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അതെന്താ ശ്രുതി നീ അങ്ങനെ പറഞ്ഞത്? സച്ചേട്ടന് എപ്പോൾ എന്ത് കാര്യം ചെയ്യണം എന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം. ഇളയച്ചന് എന്തെങ്കിലും ജോലി തിരക്കൊക്കെ കാണുമല്ലേ, ഇളയച്ചനെ പോകേണ്ടി വരുമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് നോക്ക് പൗഡർ എടുത്ത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളയച്ചൻ ഇളയച്ചൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇളയച്ചൻ എന്ന് പറയുമ്പോൾ മാമനും കൂടി ആയിട്ട് വരുമല്ലോ. ശരിക്കും ഇദ്ദേഹം ആരുടെ മാമനാണെന്ന് ചോദിക്കുകയാണേ. നീ എന്താ സച്ചി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അതെ അച്ഛാ, ഇദ്ദേഹം നമ്മുടെ അശോകനങ്കിളില്ലേ, അങ്കിളുടെ മകള് കല്യാണം കഴിച്ച ഫെബിനില്ലേ, ഫെബിന്റെ മാമനാണ് ഇദ്ദേഹം എന്ന് പറയാണേ. ആണോ? അപ്പൊ ഫെബിന്റെ മാമനും അതുപോലെ ശ്രുതിയുടെ ഇളയച്ചനും തമ്മിൽ ബന്ധമുണ്ടെന്നോ? അപ്പൊ ഇവർ തമ്മിൽ കുടുംബക്കാരാണെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അച്ഛൻ ഇപ്പോഴും നല്ല രീതിയിലാണല്ലോ ചിന്തിക്കുന്നത്. അല്ലെങ്കിലും അച്ഛന്റെ നല്ല മനസ്സുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടി തോന്നുന്നത്. അതാണ് ഇവള് മുതലെടുത്തുകൊണ്ട് നമ്മളെല്ലാവരും പറ്റിച്ചത്. ഇത് ഫെബിന്റെ മാമനാണ്, അല്ലാതെ ഇവളുടെ ഇളയച്ചനല്ല. അദ്ദേഹം ഇവിടെ ഇറച്ചിക്കട നടത്തുവാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ടിട്ട് ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ഷോക്ക് അടിച്ച പോലെ നിൽക്കുവാണ്. സച്ചി കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബീരാനും മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി ആദ്യമായിട്ട് മീരയും കൂട്ടിയിട്ട് തന്നെ കാണാൻ വേണ്ടി വന്ന കാര്യങ്ങളെ കുറിച്ചും എന്നിട്ട് ഒരു വേഷം തരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ അഭിനയിക്കാൻ വേണ്ടി വന്നത്, എനിക്ക് അറിയില്ലായിരുന്നു, അതിനുശേഷമാണ് മനസ്സിലായത് ശ്രുതിയുടെ ജീവിതത്തിൽ എന്തെല്ലാം കുരുക്കുണ്ട്, അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടാണ് അവൾ എന്നെ കൊണ്ട് ഇളയച്ചനായിട്ട് അഭിനയിപ്പിച്ചത് എന്നുള്ള കാര്യം. അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിനെ ചതിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് തവണയും അവളുടെ അച്ഛൻ മരിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്നെ നിർബന്ധിച്ച് അഭിനയിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓ, അപ്പൊ ഇവളുടെ അച്ഛൻ മരിച്ചു എന്നുള്ള കാര്യം പറഞ്ഞതും കള്ളാണെന്ന് ചോദിക്കുമ്പോൾ അവളുടെ അച്ഛന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. അവൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവളുടെ കഥ കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയുന്നതിനെ കുറിച്ചിട്ടൊന്നും ബീരാൻ അവിടെ വെളിപ്പെടുത്തുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇത്രയും നല്ലൊരു കുടുംബത്തില് നിങ്ങളെല്ലാവരും പറ്റിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. ശ്രുതി, ഇനിയെങ്കിലും നീ നല്ല രീതിയിൽ ജീവിക്കേ, മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാതെ നല്ലൊരു ഭാര്യയായിട്ടും അതുപോലെ തന്നെ നല്ലൊരു മരുമകളായിട്ടും ഈ കുടുംബത്തിൽ ജീവിക്കാൻ വേണ്ടി നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിക്ക് ചില ഉപദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് ബീരാൻ അവിടുന്ന് പോകുന്നുണ്ട്. ബീരാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇയാള് പറ്റിച്ചതല്ലേ, ഇയാളെ പോലീസിൽ ഏൽപ്പിക്കണം എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും അങ്ങനെ പോലീസ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം അറസ്റ്റിലാകാൻ വേണ്ടി പോകുന്നത് നിന്റെ ഭാര്യയായിരിക്കും. കാരണം അവളാണ് അദ്ദേഹത്തിനെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചത്. അത് വേണോടാന്ന് ചോദിക്കുമ്പോൾ ശ്രുതി മിണ്ടാതെ നിൽക്കുവാണ്. അങ്ങനെ ബീരാൻ അവിടുന്ന് പോകുന്നുണ്ട്. ബീരാൻ പോയി കഴിഞ്ഞ ശേഷം നീ ഞങ്ങളെ ഇത്രയും കാലം കോമാളിയാക്കുമായിരുന്നു അല്ലടി എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ശ്രുതിക്ക് അന്ന് കിട്ടിയതിന്റെ ബാക്കി ഇന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഇനി നീ ഈ വീട്ടിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ എന്നേക്കുമായിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്നുണ്ട്.